മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ മഹത്വത്തിൻ സാന്നിധ്യമാണ് യേശുവിൻ്റെ ജന്മതിരുനാൾ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവാത്മാവിനോട് ഈ വചന ശുശ്രൂഷ അനുഗ്രഹദായകമാകാൻ ഒരു നിമിഷ സമയം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മേൽ വന്ന പരിശുദ്ധാത്മാവിനോട് നമ്മുടെ മേലും എഴുന്നള്ളി വരാൻ, വചനം വേണ്ട തരത്തിൽ ശ്രവിക്കാൻ, ഗ്രഹിക്കാൻ, വചനത്തിന് മാംസം കൊടുക്കാനുള്ള കൃപയ്ക്കായി ഒരു നിമിഷ സമയം പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ ജനന തിരുനാൾ, ക്രിസ്തുമസ്, കാരുണ്യത്തിൻ്റെ ആഘോഷമാണ്. സ്നേഹമായ നന്മയായ ദൈവം മനുഷ്യവർഗത്തോട് കാണിച്ച ദൈവിക കരുണയുടെ ഏറ്റവും വലിയ പ്രകാശനമാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം അഥവാ ക്രിസ്തുമസ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ ഈ ദൈവിക സ്നേഹത്തിൻ്റെയും ദൈവിക കരുണയുടെയും ഏറ്റവും വലിയ പ്രകടനമായി നാം വായിക്കുന്നത്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു, ദൈവത്തോടുള്ള സമാനത കണക്കിലെടുക്കാതെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായി ആ കുരിശുമരണത്തോളം താഴ്ത്തിയതിൻ്റെ ഓർമ്മയാണ് യേശുവിൻ്റെ ഈ ലോക ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ ജൂബിലി വർഷത്തിൽ ദൈവത്തിന് കൊടുത്തൊരു പേര്, അതിങ്ങനെയാണ്, ദ നെയിം ഓഫ് ഗാഡ് ഈസ് മേഴ്സി. ദൈവത്തിൻ്റെ പേര് കരുണയെന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായം 13-ാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയാണ്. ലൂക്കായുടെ സുവിശേഷം 6:36 യേശു പറയുന്നുണ്ട്, പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ യേശു എന്ന് പറയുന്നത് പിതാവിൻ്റെ കരുണയാണ്. ആ യേശുവിൻ്റെ കരുണ അവതരിപ്പിക്കാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. യേശുവിൻ്റെ മനുഷ്യാവതാരം ഈ കരുണയുടെ അവതരണമാണ്. യേശു ജനിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്തിന് മാംസം കൊടുത്ത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ജന്മം ലഭിച്ചത് ഒരു സാധാരണക്കാരി സ്ത്രീയിൽ നിന്നാണ്. സമൂഹത്തിലെ ഏറ്റവും അധികം സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഒരു വ്യക്തിയിൽ നിന്നാണ് യേശു ജനിച്ചത്, മജ്ജയും മാംസവും സ്വീകരിച്ചത്. ആ മറിയം തന്നെ പറയുകയാണ്, തനിക്ക് യേശുവിൻ്റെ ദൈവപുത്രൻ്റെ രക്ഷകൻ്റെ അമ്മയാകാൻ സാധിച്ചതുകൊണ്ട് തന്നെ തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഇതാ കർത്താവ് തൻ്റെ കരുണ കാണിച്ചു എന്ന് നാം ലൂക്കായുടെ സുവിശേഷം 1:50 വായിക്കുന്നുണ്ട്. തലമുറകൾ തോറും അവിടുന്ന് കരുണ കാണിച്ചതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. നീതിമാനായ യൗസേപ്പിനെ കുറിച്ചും പറയുന്നതാണ്. യേശുവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ തിരുക്കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി യഹൂദന്മാരുടെ ആ നിയമം, കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ള ലോ ഓഫ് റിട്ടാലിയേഷൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള നിയമം വേണ്ടെന്ന് വെച്ച് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ നീതിമാനായ യൗസേപ്പ് കരുണ കാണിക്കാൻ ചോദിച്ചപ്പോൾ യൗസേപ്പിനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ്, ദൈവഹിതമാണത്, അവളിൽ സംഭവിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, നീ അതുകൊണ്ട് അവളെ അവളായി സ്വീകരിക്കണം, നിൻ്റെ കുടുംബത്തെ നീ രക്ഷിക്കണം. ഇന്ന് വളരെയേറെ പ്രതിസന്ധികളുള്ള കുടുംബങ്ങൾ ധാരാളമുണ്ട്. ആ കുടുംബങ്ങളെ തിരുക്കുടുംബമാകണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ ഞാനും നിങ്ങളും കാണിക്കുവാനായിട്ട് സന്നദ്ധരാകണം. എന്താണ് ഈ മനുഷ്യാവതാരം?
ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യരോടൊപ്പം വസിച്ചതാണ് ദൈവിക കരുണ. തെറ്റ് ചെയ്ത മനുഷ്യനെ ശപിച്ച് പുറത്താക്കുകയല്ല, ദൈവം മനുഷ്യനോടുകൂടെ വസിക്കാൻ വേണ്ടി കരുണയുടെ ഭാവമായി, കരുണയുടെ മുഖമായി ഇതാ മണ്ണിൽ അവതീർണനാവുകയാണ്. സാധു സുന്ദർ സിംഗ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു ഇടയനുണ്ടായിരുന്നു. ഇടയന് കുറേ ആടുകളുണ്ടായിരുന്നു. ആടുകൾ ഇടയനെ അനുസരിക്കുന്നില്ല. ആദ്യ മാതാപിതാക്കന്മാർ ആദവും ഹവ്വയും ഒക്കെ ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചതുപോലെ ഈ ആടുകൾ ഇടയനെ അനുസരിക്കുന്നില്ല. അപ്പോൾ ഇടയനൊരു സൂത്രം കണ്ടുപിടിച്ചു. ചത്തുപോയ വലിയൊരു ആടിൻ്റെ തോലെടുത്ത് ആടിൻ്റെ രൂപം ധരിച്ച് ആടിനെ പോലെ നടക്കാനും ആടിനെ പോലെ നയിക്കാനും ശുശ്രൂഷിക്കാനും തുടങ്ങിയപ്പോൾ തങ്ങളെപ്പോലെയുള്ള ഒരു ഇടയനെ കണ്ടപ്പോൾ അവർ അനുധാവനം ചെയ്തു. യേശു ഇതാ മനുഷ്യനായി അവതീർണനായത് മനുഷ്യരോടൊപ്പം വസിക്കാനാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഐസിയ പ്രവചനം 7:14 ഉദ്ധരിച്ചുകൊണ്ട് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതാ നമ്മോടുകൂടെ വസിക്കാൻ വേണ്ടി ദൈവം എമ്മാനുവേലായി. ആ എമ്മാനുവേൽ എന്നാൽ ദൈവിക കരുണയുടെ ഭാവം എന്നർത്ഥം. ഒരപ്പച്ചൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുന്നു. കുഞ്ഞ് നോക്കുമ്പോൾ അപ്പച്ചൻ്റെ കയ്യിലായതുകൊണ്ട് വലിയ ഭാവത്തിൽ അഹംഭാവത്തിലാണ്, ഞാനാണ് വലിയവൻ. പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോൾ തുമ്പിയെ കാണുന്നു, തവളയെ കാണുന്നു. അപ്പോൾ ആ മകനൊരാഗ്രഹം, ആ തുമ്പിയെ പിടിക്കണം, തവളയുടെ പിന്നാലെ പോകണം. അപ്പോൾ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് കുതറി മാറി താഴേക്ക് പോകുന്നു. തവള ചാടുന്നത് തോട്ടിലേക്കാണ്. ആ കുഞ്ഞും പിന്നാലെ പോയി തോട്ടി ചാടി. അപ്പോൾ അപ്പച്ചൻ പറയുകയില്ല, നീ എന്നെ അനുസരിക്കാതെ പോയതല്ലേ, നീ അവിടെ കിടക്ക് എന്നൊന്നും പറയില്ല. അപ്പച്ചൻ എടുത്തു ചാടും, ആ കുഞ്ഞിനെ രക്ഷിക്കും. ഇതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പിതാവ് തൻ്റെ ഏകപുത്രനെ മണ്ണിലേക്ക് അയച്ച് മനുഷ്യരോട് കൂടെ വസിക്കുകയാണ്. ദൈവിക കരുണ. അതുകൊണ്ടാണ് ആ യേശു ജനിച്ചത് എവിടെയാണ്? ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. മാലാഖമാർ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ്? ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിലാണ്. ആ രക്ഷകനെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടുക? പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശു. കരുണയുടെ മുഖമാണ് യേശു. പിള്ളക്കച്ചിയിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ മുഖം ഈ ശിശുവിൽ കരുണയുടെ മുഖമായി അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ കരുണയുടെ മുഖം എന്ന് പറയുന്നത്. ക്രിസ്മസിൻ്റെ അവസരത്തിൽ എന്നോടും നിങ്ങളോടും പറയുന്നത് ഈ ദൈവത്തിൻ്റെ മുഖങ്ങളാകാനാണ്. യേശുവിനെ പോലെ ഞാനും, യേശുവിനെ സ്വീകരിക്കുന്ന ഞാനും കരുണയുടെ മുഖം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു ജനിച്ചപ്പോൾ ആദ്യം മാലാഖമാർ സന്ദേശം കൊടുത്തത് ആട്ടിടയന്മാർക്കാണ്. ആട്ടിടയന്മാർക്ക് നിഷ്കളങ്ക ഹൃദയമുണ്ടായിരുന്നു. അവർ സാധാരണക്കാരായിരുന്നു. ആ സാധാരണക്കാർക്ക് യേശു കരുണ കാണിച്ച് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരമൊരുക്കി. പൂജരാജാക്കന്മാർക്ക് യേശുവിനെ കണ്ടെത്താനായി. അവരോടും കരുണ കാണിച്ചു. ദൈവം തൻ്റെ കരുണ എല്ലാ മനുഷ്യർക്കും അവതരിപ്പിക്കുന്നതാണ്. അത് പാവപ്പെട്ടവർക്ക് മാത്രമല്ല, പണക്കാർക്ക് മാത്രമല്ല, ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം കരുണ കാണിക്കുകയാണ്. ഈ കരുണയുടെ ചരിത്രമാണ് ലോകചരിത്രം തന്നെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച് അവർ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവരെ ശപിച്ച് തള്ളിയില്ല. വരാനൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. അബ്രാഹത്തെ വിളിച്ചപ്പോൾ, ഒരു സമൂഹത്തിന് രൂപം കൊടുക്കാൻ വിളിച്ചപ്പോൾ, ഇസ്ഹാക്കിന് ബലി ചെയ്ത് തൻ്റെ വിശ്വസ്ത ഉറപ്പുവരുത്തിയപ്പോൾ പറഞ്ഞ എന്താ? ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ, കടൽ തീരത്തെ മണൽ തരികളെപ്പോലെ നിൻ്റെ തലമുറ ഇതാ ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം കൊടുത്തു, പ്രത്യാശ കൊടുത്തു. ഇസ്രായേൽ ജനത ഈജിപ്തിൽ സങ്കടം അനുഭവിച്ചപ്പോൾ നിലവിളിച്ചപ്പോൾ രക്ഷകനായി അവർക്ക് കരുണ കാണിച്ചുകൊണ്ട് അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിച്ചു. ദാനിയേലിൻ്റെ കഥ നമുക്കറിയാം. ദൈവം കരുണ കാണിക്കുന്ന കഥയാണ് ലോകചരിത്രം. എന്നാൽ മനുഷ്യൻ ഈ കരുണ കാണിക്കുമ്പോൾ തിരിച്ച് സ്നേഹിക്കാതെ, ദൈവകൽപ്പനകൾ പാലിക്കാതെ പോയിട്ടുള്ളത് കൊണ്ടാണ് അവൻ സ്വയം ശാപം ഏറ്റുവാങ്ങുന്നത്. എന്നാൽ യേശു ഇതാ ഭൂമിയിലേക്ക് അവതീർണനായത് മനുഷ്യൻ എത്രമാത്രം അകന്നുപോയാലും യേശു പിന്നാലെ വരികയാണ്, മനുഷ്യൻ്റെ കൂടെ വരികയാണ്, കൂടെ വസിക്കുകയാണ്. യേശു എന്തിനാണ് മനുഷ്യനായി അവതീർണനായത് എന്ന് ഐസയ്യാ പ്രവചനം 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ
ലൂക്കായുടെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശു എന്തിനാ മനുഷ്യനായത്? തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ നയപ്രഖ്യാപനം നടത്തിയതാണ് ഇവിടെ കാണുന്നത്. യേശു പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അവതരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധ അമ്മയുടെ ഉണ്ടായതുപോലെ നമുക്കും ഉണ്ടാകണം. യേശു തന്നെ പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനാണ്? ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ. ഏറ്റവും വലിയ കരുണയുടെ പ്രകടനം, അവതരണം ഈ സുവിശേഷം, സദ്വാർത്ത, ഏറ്റവും വലിയ മംഗളവാർത്ത. ലൂക്ക 2:10 വായിക്കുന്ന പോലെ മാലാഖമാർ പാടിയത് ഇതാ സകല ജനത്തിലും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഈ സദ്വാർത്ത അറിയിക്കലാണ്. ഇപ്പോൾ പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇന്ന് പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റേഡിയോ നോക്കിക്കഴിഞ്ഞാൽ, ടെലിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും കാണുന്നതും ദുഃഖത്തിൻ്റെ വാർത്തകളാണ്. എന്നാൽ യേശു പറയുന്നത്, നിങ്ങൾക്ക് ഈ നിരാശയുടെ വാർത്തയല്ല വേണ്ടത്, പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ വാർത്തയാണ്. അതുകൊണ്ട് ക്രിസ്മസ് നൽകുന്നത് സദ്വാർത്തയാണ്, മംഗളവാർത്തയാണ്, സുവിശേഷമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ കണ്ടെത്തിയവർക്ക് സമാധാനം. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. യേശുവിൻ്റെ ജനനം നൽകുന്നത് മാലാഖമാർ പാടിയതുപോലെ സമാധാനമാണ്. ഈ ക്രിസ്മസ് വേളയിൽ എനിക്കും നിങ്ങൾക്കും നൽകാനുള്ളത് അല്ലെങ്കിൽ ലഭിക്കാനുള്ളത് സമാധാനമാണ്. ഒന്ന്, ദൈവമഹത്വം തേടണം. 2, സന്മനസ്സ് അഥവാ ദൈവകൃപയുണ്ടാകണം. പരിശുദ്ധ കന്യാമറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവേഷ്ടത്തിന് വിട്ടുകൊടുത്തപ്പോൾ, നീതിമാനായ യൗസേപ്പ് ദൈവഹിതത്തിന് വിട്ടുകൊടുത്തപ്പോൾ, നിഷ്കളങ്കരായ ആട്ടിടയന്മാർ ഇത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഈ ബെത്ലഹേമിലേക്ക് ഇറങ്ങി തിരിച്ചതുപോലെ, പൂജരാജാക്കന്മാർ സന്മനസ്സോടെ സത്യാന്വേഷണം നടത്തിയതുപോലെ ഈ നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് യേശുവിനെ കണ്ടെത്താനാവും, സമാധാനം ഉണ്ടാവും. നേരെ മറിച്ച് ഹെരോദേസിൻ്റെ ദുഷ്ടമനസ്സുണ്ടെങ്കിൽ, കൊട്ടാരത്തിലെ പണ്ഡിതന്മാർക്ക് ബെത്ലഹേമിലാണ് രക്ഷകൻ ജനിക്കുക എന്ന് അറിഞ്ഞിട്ടും കണ്ണടച്ച് സത്യത്തോട് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ, സത്രമുടമ യേശുവിന് ജന്മം കൊടുക്കാൻ യൗസേപ്പും മറിയും അവിടെ വന്ന് വാതിക്കൽ മുട്ടിയപ്പോൾ തുറന്നു കൊടുക്കാതെ ദുഷ്ടമനസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കും സമാധാനം കിട്ടില്ല. കരുണയുടെ ദൈവം സമാധാന സന്ദേശവുമായി നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് വരികയാണ്. ഈ സമാധാനം നമുക്ക് സ്വീകരിക്കാം. വീണ്ടും ദരിദ്രർക്ക് സുവിശേഷം കൊടുക്കലാണ് നമ്മുടെയും ഉത്തരവാദിത്വം. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എൻ്റെ സംസാരം വഴിയും എൻ്റെ പ്രവർത്തനം വഴിയും എൻ്റെ ബന്ധുക്കൾക്ക്, എൻ്റെ അയൽക്കാർക്ക്, ശത്രുക്കൾക്ക്, ലോകത്തിന് ഏതെങ്കിലും നല്ല വാർത്ത ഇന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ലൂക്ക 4:18 വായിക്കുന്നു, പിന്നെ ലഭിക്കുന്നത് എന്താണ്? ബന്ധിതർക്ക് മോചനമാണ്. യേശു വന്നത് ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിമോചകനാകാൻ. അതാണ് ഇതാ മത്തായിയുടെ സുവിശേഷം 1:21 വായിക്കുന്നത്. ഇതാണ് സ്നാപയോഹന്നാൻ പറയുന്നതും ഇപ്രകാരം തന്നെയാണ്. ഇതാ യേശുവിൻ്റെ ജനനം ഇതാ ലോകത്തിന് രക്ഷ നൽകാനാണ്. നമ്മൾ ബന്ധിതരായിരിക്കുന്നത് എങ്ങനെയാണ്? പലതരത്തിൽ നമ്മൾ ബന്ധനത്തിലുണ്ട്. ഒന്ന്, പാപത്തിൻ്റെ ബന്ധനത്തിലാണ് നമ്മൾ. ഈ പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ മോചിക്കാൻ വന്നിരിക്കുന്ന വചനത്തിലൂടെ, കൂദാശകളിലൂടെ, കുമ്പസാരത്തിലൂടെ, കൂട്ടായ്മയിലൂടെ, സ്നേഹപ്രവർത്തനങ്ങളിലൂടെ, ക്ഷമയിലൂടെ നമുക്ക് മോചനം നൽകാനാണ് യേശു വന്നിരിക്കുന്നത്. യേശു വന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ആരെങ്കിലും യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ കാണാതെ പോയ ആടിനെ കണ്ടെത്തിയ ആ യേശു നമ്മെ തോളിലേറ്റാൻ വന്നിരിക്കുക. ധൂർത്തപുത്രന് സുബോധം നൽകി പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് പാപം ചെയ്ത് നമുക്ക് പശ്ചാത്തപിച്ച് യേശുവിലേക്ക് വരാം. പിന്നെ സ്വാർത്ഥതയുടെ അടിമകളാകുന്നുണ്ട്, പിശാചിൻ്റെ അടിമകളാകുന്നുണ്ട്, രോഗത്തിൻ്റെ അടിമകളാകുന്നുണ്ട്. യേശുവിൻ്റെ പരസ്യ ജീവിതം മുഴുവൻ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകി. ഈ ക്രിസ്മസ് വേളയിൽ നമ്മൾ രോഗസൗഖ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പലതരത്തിൽ നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിലാണ്. യേശു സൗഖ്യപ്പെടുത്തിയതുപോലെ, ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ നമുക്ക് മോചനത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം. നാം പലപ്പോഴും നമ്മുടെ ജഡികതയുടെയും സ്വാർത്ഥതയുടെയും അടിമകളാണ്. എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാത്രം പറയുന്നവർ. മറിയം ചെയ്തതുപോലെ യേശുവിനെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ, ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടിമയാകുമ്പോൾ നമുക്ക് ശരിയായ സ്വാതന്ത്ര്യവും സമാധാനവും ലഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ക്ലേശങ്ങളുണ്ട്.
ഈ ക്ലേശങ്ങളിൽ നമുക്ക് വിമുക്തി നേടണം. സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെ, രോഗങ്ങളുടെ നമുക്ക് ഇപ്പോൾ യേശുവിൻ്റെ ജനനവേളയിൽ യേശു നൽകുന്നത് ഇതിൽ നിന്നുള്ള മോചനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ സന്ദേശമാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കാ 4:18 അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമെന്ന്. എന്താണ് സ്വാതന്ത്ര്യം? യോഹന്നാൻ 8:31-32 വായിക്കുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം ഗ്രഹിക്കുകയും സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുക. യോഹന്നാൻ 17:17 നമ്മെ വിശുദ്ധീകരിക്കുന്നത് സത്യത്താലാണ്. എന്താണ് സത്യം? ദൈവത്തിൻ്റെ വചനത്താലാണ് നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സ്വതന്ത്രരാകേണ്ടത്. ശരിയായ സ്വാതന്ത്ര്യം ലഭിക്കാൻ ഈ സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ തന്നെ കിട്ടണം. അതിൻ്റെ പൂർണ്ണതയായി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണം. ഈ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് തന്നെ ദൈവരാജ്യം നൽകി അതിൻ്റെ പൂർണ്ണതയായി പിതാവിൻ്റെ ഭവനത്തിലേക്ക് വഴിയും സത്യവും ജീവനുമായി യേശു പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് യേശു വന്നത്. വീണ്ടും യേശു നമുക്ക് ലൂക്കാ 4:19 വായിക്കുന്നു, കർത്താവിന് പ്രീതിജനകമായ വത്സരം പ്രഖ്യാപിക്കാനാണ്. യേശുവിൻ്റെ വരവിനെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് മാർക്കോസിന് സുവിശേഷം 1:15 നാം വായിക്കുകയാണ്. യേശുവിൻ്റെ ജനനം അത് സമയത്തിൻ്റെ പൂർത്തിയിലാണ്. ആ സമയത്തിൻ്റെ പൂർത്തിയിൽ വന്നപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യേശു വരുമ്പോൾ ദൈവരാജ്യമായി. ആ ദൈവരാജ്യമാകാൻ 2 നിബന്ധനയാണ് പറഞ്ഞു മാർക്കോസ് 1:15. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ പശ്ചാത്തപിച്ച് തെറ്റിനെക്കുറിച്ച് സുബോധമുള്ളവരായി തിരിച്ച് ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരണം. എല്ലാം തിരിച്ചു കിട്ടും. യേശു എൻ്റെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ദൈവരാജ്യമായി. അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4:4 നാം വായിക്കുന്നത്, അപ്പോൾ കാലസമ്പൂർണ്ണത വന്നപ്പോൾ യേശു സ്ത്രീയിൽ നിന്ന് ജാതനായി. ഈ യേശു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഹൃദയത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണയായി അവതരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു വരുന്നത് ആ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ശിശുവിൻ്റെ രൂപത്തിലാണ്. മത്തായി സുവിശേഷം 25:40 നാം വായിക്കുന്നു, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. യേശു ഇന്നും ജനിക്കുന്നുണ്ട്. യേശു ജനിക്കുന്നത് പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ശിശുവിൻ്റെ രൂപത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ ഛായയുള്ള ഇതുപോലെയുള്ള ശിശുക്കൾ നമ്മുടെ ലോകത്തിൻ്റെ ചുറ്റുപാടുമുണ്ട്. ആ ശിശുക്കളെ രക്ഷിക്കുമ്പോൾ, എളിയവർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെങ്കിൽ യേശു ഇന്ന് എൻ്റെ ഹൃദയത്തിൽ, ജീവിതത്തിലേക്ക് വരണം. യേശു കരുണയാണെങ്കിൽ, യേശുവിൻ്റെ മുഖം കരുണയുടെ മുഖമാണെങ്കിൽ ആ യേശുവിൻ്റെ കരുണയുടെ മുഖം ഞാനും ആയി മാറണം. എൻ്റെ ഹൃദയം കരുണയുടെ ഹൃദയമാകണം. അങ്ങനെയെങ്കിൽ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ശിശുക്കളെ സഹായിക്കാനുള്ള സന്ദേശമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. എങ്ങനെയാണ് യേശുവിനെ നമുക്ക് കണ്ടുമുട്ടുക? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുന്ന മംഗളവാർത്തയാണ് ഈ യേശുവിനെ നൽകാനുള്ള, കരുണ നൽകാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തേത്, യേശുവിന് വിശക്കുന്നവർക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ നൽകുക എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ സംഭവം വിവരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വിശക്കുന്നവർ ധാരാളമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് യേശുവിനെ കൊടുക്കേണ്ടത് വിശക്കുന്നവന് അപ്പത്തിൻ്റെ രൂപത്തിലാണെന്ന് പറഞ്ഞു. യേശു ഈ തന്നെ അപ്പമാക്കിയിട്ട് നൽകിയതാണ് ഏറ്റവും വലിയ കരുണയുടെ മുഖം. പരിശുദ്ധ കുർബാനയിൽ തന്നെ അപ്പമായി യേശു നൽകിയിട്ടുണ്ടെങ്കിൽ ഈ യേശുവിൻ്റെ കരുണയുടെ രൂപം വിശക്കുന്നവന് അപ്പത്തിൻ്റെ രൂപത്തിൽ കൊടുക്കേണ്ടവനാണ്. ദാഹിക്കുന്നവന് യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ആ യാക്കോബിൻ്റെ കിണറിൻ്റെ അടുത്ത് സമരയക്കാരി സ്ത്രീയോട് 14-ാം വാക്യത്തിൽ പറയുന്ന പോലെ യേശു ജീവൻ്റെ ഉറവയാണ്. യേശുവിൽ നിന്ന് കുടിക്കുന്നവൻ നിത്യം ജീവിക്കും. ആ ജീവജലത്തെ, പരിശുദ്ധാത്മാവിനെ നൽകുവാൻ, മറ്റുള്ളവരുടെ ദാഹമകറ്റാനുള്ള ക്ഷണമാണ് യേശു നമുക്ക് ക്രിസ്തുമസ് നൽകുന്നത്. യഥാർത്ഥ ജീവൻ നൽകുന്ന, പരിശുദ്ധാത്മാവിന് നൽകുന്ന ജീവജലം.
യേശുവിനെ നമുക്ക് ഇന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ മാത്രമല്ല, സദ്വാർത്തയുടെ രൂപത്തിൽ മാത്രമല്ല, ജീവജലത്തിൻ്റെ രൂപത്തിൽ മാത്രമല്ല, യേശുവിനെ നമുക്ക് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ രൂപത്തിൽ നൽകണം. മത്തായി സുവിശേഷത്തിൽ 18:20 പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് ഏറ്റവും അധികം വേദനിക്കുന്നത് കൂട്ടായ്മയുടെ രാഹിത്യത്തിലാണ്. ഇന്നത്തെ പല കുടുംബങ്ങളിലും പ്രതിസന്ധികളാണ്, സ്നേഹത്തിൻ്റെ രാഹിത്യമാണ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നില്ല, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുന്നില്ല, പരസ്പരം വഴക്കടിച്ച് ജീവിക്കുന്നു. കുഞ്ഞുങ്ങൾ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ സാമീപ്യമില്ലാതെ, അപ്പച്ചൻ്റെ കൂടെ മാത്രമേ അല്ലെങ്കിൽ അമ്മച്ചിയുടെ കൂടെ മാത്രം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും സ്നേഹമില്ലാതെ വിദേശങ്ങളിലായി, അങ്ങനെ പല സ്ഥലത്തിൽ കുടുംബങ്ങൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കുടുംബത്തോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, പ്രായമായിട്ടുള്ളവരോട്, ഇപ്പോൾ നിരാലംബരായി കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാനുള്ള ക്ഷണമാണ് യേശു നൽകുന്നത്. മറിയത്തെ ഉപേക്ഷിക്കാതെ അവളെ അവളായി സ്വീകരിക്കാൻ ദൈവഹിതം സ്വീകരിക്കുമ്പോൾ അതാണ് നീതിയുടെ നിർവചനം എന്ന് പറഞ്ഞ് കരുണയ്ക്ക് ആഹ്വാനം നൽകിയ യൗസേപ്പിനോട് നൽകിയ സന്ദേശം തന്നെയാണ് നമ്മുടെ കുടുംബങ്ങൾക്കും നൽകുന്നത്. വീഞ്ഞില്ലാതെ വിഷമിച്ച കല്യാണ വീടിൻ്റെ അവസ്ഥയിൽ യേശു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കുടുംബത്തെ രക്ഷിച്ചതുപോലെയാണ്. യേശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ചാർച്ചക്കാരിയ എലിസബത്തിന് ഇത് 6ാം മാസമാണെന്ന് അറിഞ്ഞ് അവളുടെ വേദന കണ്ടറിഞ്ഞ് യേശുവിനെയും കൊണ്ട് തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിലുള്ള ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ യേശുവിനെയും കൊണ്ട് വേദനിക്കുന്ന കുടുംബങ്ങളിലേക്ക് എല്ലാം ഓടിച്ചെല്ലാൻ, മറിയത്തെ പോലെ തിടുക്കത്തിൽ ചെല്ലാനുള്ള സന്ദേശമാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. ഈ ക്രിസ്മസ് നമുക്ക് പാപം ചെയ്ത് അകന്നുപോയ ധൂർത്തപുത്രന് സുബോധമുണ്ടാകാൻ, ദൈവത്തിൽ നിന്ന് അകന്ന് തെറ്റ് ചെയ്ത് ജീവിച്ച സക്കേവുസിൻ്റെ കുടുംബത്തിലേക്ക് യേശു ചെന്നതുപോലെ ഞാനും നിങ്ങളും അകന്ന് ജീവിക്കുന്ന ഈ സക്കേവുസുമാരുടെ വീടുകളിലേക്ക് ചെന്ന് ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ, അതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്ന് ഈ ക്രിസ്മസിൽ യേശു വരുന്നതോടുകൂടി നാമും മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ ക്രിസ്മസിന് ഇതാ സന്ദേശവുമായിട്ടും കരോൾ പാടി മാലാഖമാർ സന്ദേശം പാടി വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ആ വീട് ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം. 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പറക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് അർത്ഥമില്ല. യേശു എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ പിറക്കണം. ആ യേശുവിന് പിറക്കാൻ രൂപവും ഭാവവും നൽകുന്ന മറിയമാകാനാണ്, ആ യേശുവിനെ വളർത്തുന്ന യൗസേപ്പാകാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇന്ന് എനിക്ക് യേശുവിനെ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക്, വിശക്കുന്നവന് അപ്പമായി, ദാഹിക്കുന്നതിന് ജീവജലമായി, അടിച്ചമർത്തപ്പെട്ടവന് യേശു തന്നെ കുറിച്ച് പറയുന്നത് ഇതാണ്: മോചനദ്രവ്യമായി, കുഞ്ഞാടിനെ പോലെ സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷകനായി, ഇതുപോലെ വിമോചകനായി തീരുവാൻ എനിക്ക് ഇന്ന് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ക്രിസ്മസ് വേളയിൽ നമുക്ക് സ്വയം ചിന്തിക്കാം. തൃശ്ശൂരിൽ ഡിസംബർ 27-ാം തീയതി ബൊൻ നത്താലെ എന്നുള്ള സാംസ്കാരിക ഘോഷയാത്ര എല്ലാ മനുഷ്യരുടെയും കൂട്ടായ്മയുടെ ആഘോഷമായി നടത്തുന്നുണ്ട്. ഇതിന് കൊടുത്തിരിക്കുന്നൊരു പേര് ബൊൻ നത്താലെ, കാരുണ്യത്തിൻ്റെ ആഘോഷം എന്നാണ്. നിങ്ങൾ ബൊൻ നത്താലയുടെ സന്ദേശവുമായി ചെന്ന് അവിടുത്തെ കിടപ്പ് രോഗികളെ നിങ്ങൾ അവിടുത്തെ ചെന്ന് അവരോട് സദ്വാർത്ത അറിയിക്കുക, അവർക്ക് കേക്ക് മുറിച്ച് കൊടുക്കുക, പാവപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കുക. ഇതൊക്കെ ഈ കാരുണ്യത്തിൻ്റെ ആഘോഷത്തിൻ്റെ സന്ദേശമായി, ബൊൻ നത്താലെ സന്ദേശമായി കൊടുക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യേശു ഇന്ന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേലായിരിക്കുന്നു. എമ്മാനുവേൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. ആ കരുണയുടെ മുഖം ഇന്ന് ഞാനും നിങ്ങളുമായി തീരണം. അതിനുള്ള ആഹ്വാനമാണ് ഈ ക്രിസ്മസ് വേളയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഇന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവവചനത്തിന് മാംസം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, കരുണയുടെ മുഖം കൊടുക്കാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന്
ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്തുമസ് നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ദൈവിക കരുണ അനുഭവിക്കുവാനും അതുവഴി നിങ്ങൾ മറ്റുള്ളവർക്ക് കരുണയുടെ മുഖം അവതരിപ്പിക്കുവാനും ഉള്ള അവസരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കേവർക്കും മെറി ക്രിസ്മസ്, വൻ നത്താലെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ മഹത്വപൂർണനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ നോക്കി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അഭിമന്യ ആൻഡ്രൂസ് താഴ്ത്തു പിതാവിലൂടെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുകയാണ്. ക്രിസ്മസിന് ഒരുക്കമായ സന്ദേശം തന്ന് ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയായിരുന്നു. ഈ ക്രിസ്മസ് യഥാർത്ഥ ദൈവാനുഭവത്തിൻ്റെ ക്രിസ്മസായി തീരുവാൻ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും യേശു ജനിക്കുവാനായി, യേശു അനുഭവം ഉണ്ടാകുവാനായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഃഖഭാരങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ മക്കൾ നീറുന്ന നിരവധിയായ പ്രതിസന്ധികളെല്ലാം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിലേക്ക് ഉയർത്തി നമ്മൾ അതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു കുടുംബമായി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ബലവാനായ കർത്താവേ, ബലവാനായ കർത്താവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അവിടുത്തെ കരുത്തുറ്റ കരങ്ങൾ നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ ആശീർവദിക്കണമേ. എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, എല്ലാവിധ തകർച്ചകളിൽ നിന്നും, ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. കർത്താവേ, അനുഗ്രഹത്തിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം പതിനായിരങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ക്രിസ്മസ് യഥാർത്ഥത്തിലുള്ള ദൈവ സ്നേഹത്തിന്റെ, യേശു അനുഭവത്തിന്റെ ക്രിസ്മസായി തീരുവാൻ കർത്താവേ ഞങ്ങൾ എല്ലാവരും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളോട് സംസാരിച്ചതിനായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയതിനായി, ഈ ആരാധന ശുശ്രൂഷയുടെ ഞങ്ങൾക്ക് വേണ്ട സകല നന്മകളും പകർന്നു തന്നതിനായി നന്ദി, നന്ദി കർത്താവേ. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പിറുപിറുപ്പ് അരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ.